എല്ലാത്തിൻ്റെയും ആരംഭം എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആകാശം, നക്ഷത്രങ്ങള്, ഈവൻ നമ്മളെ പോലും അള്ളാഹു എന്തിനാണ് സൃഷ്ടിച്ചത്? നമ്മൾ ഈ കാണുന്നതിൻ്റെയൊക്കെ പിന്നിലുള്ള യഥാർത്ഥ ഉദ്ദേശം എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ഈ ലോകത്തെ പറ്റി പഠിച്ചാലോ? ഈ ലോകം അള്ളാഹു സൃഷ്ടിക്കുന്നതിന് മുൻപ് ഇവിടെ ഒന്നുമില്ല, അള്ളാഹു മാത്രം. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാത്തിന്റെയും സൃഷ്ടാവ് അള്ളാഹു ആണ്. നക്ഷത്രങ്ങള്, ആകാശം, സമയം പോലും സൃഷ്ടിക്കപ്പെടുന്നത് അള്ളാഹു ഉദ്ദേശിച്ചതിന് ശേഷം മാത്രമാണ്. അള്ളാഹുവിന്റെ ആദ്യത്തെ സൃഷ്ടി എന്താണ്? ഇന്ന അവ്വല ഖലഖല്ലാഹുൽ ഖലം. അള്ളാഹുവിന്റെ ആദ്യത്തെ സൃഷ്ടി എന്നുള്ളത് പെന്നാണ്. ആ ഒരു പെണ്ണ് കൊണ്ടാണ് അള്ളാഹു ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചത്. അത് മാത്രമാണ് സംഭവിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ റിസ്ക്, നമ്മുടെ ജീവിതം, നമ്മുടെ മരണം, നമ്മുടെ വിധി എല്ലാം അള്ളാഹു ലൗഹുൽ മഹ്ഫൂദ് എന്ന കിതാബിൽ ആ ഒരു പെണ്ണ് കൊണ്ട് എഴുതി വെക്കുന്നുണ്ട്. അതിനുശേഷമാണ് അള്ളാഹു ഒരിക്കലും അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാത്ത പ്രകാശജീവികളായ മലക്കുകളെ സൃഷ്ടിക്കുന്നത്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെയും ഈ ഒരു ഭൂമിയെയും 6 ദിവസം കൊണ്ട് സൃഷ്ടിക്കുന്നു. വലഖദ് ഖലഖനൽ ഇൻസാന ഫീ 6 അയ്യാം. 6 ദിവസം കൊണ്ടാണ് സ്വർഗത്തെയും ഈ ഭൂമിയെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത്. ആ ഒരു 6 ദിവസം എന്നുള്ളത് നമ്മൾ ഇന്ന് കാണുന്ന 6 ദിവസമല്ല. കാരണം അപ്പോൾ സൂര്യനോ ചന്ദ്രനോ ഇല്ല. ഇതെല്ലാം അള്ളാഹുവിന്റെ പദ്ധതിയായിരുന്നു. പതിയെ പതിയെ ദ പെർഫെക്റ്റ് പ്ലാൻ. പിന്നീട് സമുദ്രങ്ങളും മലകളും മരങ്ങളും ജീവജാലങ്ങളും വന്നു. ഇതൊന്നും റാൻഡമായി സംഭവിക്കുന്നതെല്ലാം. ഇതെല്ലാം ഏറ്റവും മികച്ച സൃഷ്ടിയായ മനുഷ്യന്റെ വരവിനുള്ള ഒരുക്കമായിരുന്നു. അവസാനം അള്ളാഹു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുകയാണ്. മലക്കുകളെ സൃഷ്ടിച്ചതുപോലെ ലൈറ്റിൽ നിന്നല്ല, പ്രകാശത്തിൽ നിന്നല്ല. അതുപോലെ ജിന്നുകളെ സൃഷ്ടിച്ചതുപോലെ തീയിൽ നിന്നല്ല. അള്ളാഹു ആദം നബിയെ സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടാണ്. അവിടെയാണ് മനുഷ്യകുലത്തിന്റെ ആരംഭം കുറിക്കുന്നത്. ഇന്നി ഖാലിഖും ബശറും മിൻ തീൻ. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്നത് മണ്ണ് കൊണ്ടാണ്. എന്നിട്ട് അള്ളാഹു ആദം നബിക്ക് റൂഹിട്ട് കൊടുത്ത് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുകയാണ്. ഫസജദൽ മലായികത്തു കുല്ലുഹും അജ്മഊൻ. എല്ലാ മലക്കുകളും ആദം നബിക്ക് വേണ്ടി സുജൂദ് ചെയ്തു. പക്ഷേ ഇബ്ലീസ് ചിന്തിച്ചു, മണ്ണിനെക്കാളും ബെറ്റർ പവറാണ് ഈ തീക്ക് എന്നുള്ളത്. അതുകൊണ്ട് ഇബ്ലീസ് ആ ഒരു കൽപ്പന നിരസിച്ച് ആദം നബിക്ക് സുജൂദ് ചെയ്തില്ല. അതായിരുന്നു ഇബ്ലീസിന്റെ ഒന്നാമത്തെ തെറ്റ്. ഇനിയാണ് നമ്മുടെ ചോദ്യത്തിലേക്ക് വരുന്നത്, എന്തിനാണ് അള്ളാഹു ഇതൊക്കെ സൃഷ്ടിച്ചത്? അള്ളാഹു തന്നെ ഖുർആനിലൂടെ പറയുന്നുണ്ട്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഞാൻ ജിന്നുകളെയോ മനുഷ്യനെയോ സൃഷ്ടിച്ചിട്ടില്ല എന്നെ ആരാധിക്കാനല്ലാതെ. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് അവനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ലൈഫ് എന്ന് പറയുന്നത് വെറും തിന്ന, ഉറങ്ങ, അല്ലെങ്കിൽ ദുനിയാവിലെ എന്തെങ്കിലും നേടിയെടുക്കുക എന്നുള്ളതല്ല. നമ്മൾ കാണുന്ന ഓരോന്നിലൂടെയും അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ്. ആകാശങ്ങള്, നക്ഷത്രങ്ങള്, ഇവൻ നമ്മുടെ ഹൃദയം, നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളും അള്ളാഹുവിനെ ഓർക്കാനുള്ളതാണ്. ലൈഫ് എന്ന് തുടങ്ങുന്നത്, ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആഫ്റ്റർ ഡെത്ത്, മരണത്തിന് ശേഷമാണ്. അതുകൊണ്ട് ഇനി ഓരോന്നും കാണുമ്പോൾ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹുവിന്റെ സൃഷ്ടി എന്തൊരു മനോഹരമാണെന്ന് പറയാൻ ശ്രമിക്കുക. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി ലആയാതിൻ ലിഉലിൽ അൽബാബ്. മനസ്സിലാക്കുന്നവർക്ക് വേണ്ടിയുള്ള അടയാളമാണ് നാം സൃഷ്ടിച്ച സ്വർഗവും ഭൂമിയും എന്നുള്ളത് എന്ന് അള്ളാഹു പറയുന്നു. എന്റെ ഈ ഒരു യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിങ്ങൾ മറക്കരുത്. നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. ദിസ് ഈസ് ആഷിഖ് ഹാനെ, എക്സ്പ്ലോറിംഗ് ദ വേൾഡ് ത്രൂ ദ ഐസ് ഓഫ് ഈമാൻ.